ഹലോ, എല്ലാവർക്കും ചാരി സ്പീഡ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല മഴക്കാലമാണല്ലേ. ഈ ഒരു മഴക്കാലത്താണ് വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു അപകടം സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിൻഷീൽഡിൽ മൊത്തം മിസ്റ്റ് വന്നിട്ടുണ്ടാവും. ആ മിസ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിലുള്ളതൊന്നും കാണില്ല. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്നത്. ഇത് രാത്രി കാലഘട്ടങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഒരു ലൈറ്റും കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കാണില്ല കേട്ടോ. അങ്ങനെയും നമുക്ക് ആക്സിഡൻറ്റ് സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു മിസ്റ്റ് നമ്മൾ എങ്ങനെ ഒഴിവാക്കാം എന്നതിനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുന്നായിട്ട് എൻ്റെ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അമർത്തുക, ഷെയറും കൂടി ഒന്ന് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് പറയുന്നത് മാനുവലായിട്ട് ചെയ്യുന്ന വാഹനങ്ങൾക്കാണ്. മാരുതിയുടെ എല്ലാ വാഹനങ്ങൾക്കും ഈ ഒരു രീതിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ട് നിങ്ങൾക്ക് വിൻഷീൽഡ് ഗ്ലാസ്സിൽ നിന്ന് ആ ഒരു മിസ്റ്റ് ഒഴിവാക്കാം എന്നത് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ വേറെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്തോ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മഴക്കാലം ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിൻഷീൽഡ് ഗ്ലാസ്സിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഈ ഒരു വൈപ്പർ ബ്ലേഡ് പുതിയതാണോ ക്ലിയർ ആണോ, അതായത് വൈപ്പർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ സ്ക്രാച്ചസ് ഒന്നും വീഴുന്നില്ല, പക്കയാണോ എന്നുള്ളതൊന്ന് മെൻഷൻ ചെയ്യണം. ഇല്ലെങ്കിൽ അടുത്തുള്ള ഷോപ്പുകളിൽ പോയിട്ട് ഒരു പുതിയ വൈപ്പർ ബ്ലേഡ് 2 വാങ്ങിച്ച് സെറ്റ് ചെയ്യാം. എന്നിട്ട് വേണം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വൈപ്പർ ബ്ലേഡ് പുതിയ വൈപ്പർ ബ്ലേഡാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇത് കണ്ടില്ലേ, നമ്മുടെ വിൻഷീൽഡ് ഗ്ലാസ്സിൽ മൊത്തം മിസ്റ്റാട്ടോ, മൊത്തം ക്ലിയർ ആവണില്ല. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോണത്. ഇത് നല്ല മഴക്കാലങ്ങളിലൊക്കെ പെട്ടെന്ന് നല്ല മിസ്റ്റ് വരും. മൊത്തം നമ്മൾ വണ്ടി കയറി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കാണില്ല. പിന്നെ അതേപോലെ തന്നെ നല്ല തണുപ്പ് സ്ഥലങ്ങളിൽ, ഊട്ടി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു അടിഭാഗത്ത് നിന്ന് മൊത്തം മിസ്റ്റ്, നല്ല തണുപ്പ് ഇങ്ങനെ മിസ്റ്റ് ഇങ്ങനെ കയറി വരും. അപ്പോൾ അതെങ്ങനെയാണ് കളയുക എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോണത്. അപ്പോൾ ഇതാണ് നമ്മുടെ മാരുതി വാഗണറിൻ്റെ AC കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ ഇതിലാണ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു മഴക്കാലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഈ ഒരു ഗ്ലാസിൻ്റെ വിൻഷീൽഡ് ഗ്ലാസിൻ്റെ ആ ഭാഗത്തേക്ക് കൊണ്ടുവരാം, ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാം. അതിനുശേഷം നമ്മൾക്ക് പിന്നെ അറിയാലോ, ഇത് നമുക്ക് വണ്ടിൻ്റെ ഉള്ളിലുള്ള എയർ കൺട്രോൾ ചെയ്യാനും ഇത് പുറമേ ഉള്ള എയർ ഉള്ളിലേക്ക് വലിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ഇട്ടാൽ മതി. പിന്നെ അടുത്തത് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ വിൻഷീൽഡ് ഗ്ലാസ്സിൽ ഇത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് നേരെ ഹീറ്ററിലേക്ക് കൊണ്ടുവരാം. കണ്ടോ, ഈ ഒരു ഹീറ്ററിലേക്ക് കൊണ്ടുവന്ന് നിർത്താം. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഫാന് നല്ലപോലെ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 2 ഇട്ടാൽ മതി. AC ഓൺ ചെയ്യുക. കണ്ടോ, മൊത്തം ക്ലിയറായി. എല്ലാ ഭാഗത്തും വിൻഷീൽഡിലുള്ള ആ സംഭവങ്ങളൊക്കെ ഒരു 3 സെക്കൻഡിനുള്ളിലൊക്കെ പരിപാടി തീരുണ്ടോ. ഇപ്പം മഴ ഇത്തിരി കമ്മിയായത് കൊണ്ടാണ് ഇങ്ങനെ. ഇപ്പം മഴ കൂടുതലുണ്ട്, നല്ലപോലെ നമ്മൾക്ക് ഫോഗ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇതിനുണ്ടോ, ഇതൊരു 3-4 ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആ സംഭവങ്ങളൊക്കെ പോകുന്നതായിരിക്കും. ഈ ഒരു രീതിക്ക് ചെയ്യാം ഫസ്റ്റ്. പിന്നെ അടുത്ത എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ഫോഗ് നമ്മുടെ നിന്നെല്ലാം പോയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ നോർമലായിട്ട് ഈ ഒരു 2 ഇട്ട് വയ്ക്കാം. അതിനുശേഷം ഈ ഒരു ഹീറ്റിൽ നിന്ന് മാറ്റിയിട്ട് ഈ ഒരു കൂളിങ്ങിൻ്റെ ഇതാണ് കേട്ടോ. നമ്മളിത് എത്രത്തോളം താഴ്ത്തുന്നോ അതിനനുസരിച്ച് കൂളിങ് വരും. അപ്പോൾ നമുക്ക് ഈ ഒരു മോഡിൽ ഇട്ട് വെച്ചാൽ മതി. അതായത് അത്യാവശ്യം നല്ല മഴ നമ്മുടെ പുറത്തുണ്ടെങ്കിലും നമ്മൾ ലോങ് ഡ്രൈവൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഒന്നും ഫോഗ് വരില്ല, വളരെ പക്കയായിരിക്കും. കണ്ടോ, ഈ ഒരു രീതിക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് നമ്മുടെ അറിയാത്ത കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്. ഇപ്പോഴും ഇതേമാതിരി എങ്ങനെയാണ് ഈ ഫോഗ് കളയുക എന്ന് ചോദിച്ചിട്ട് വരുന്ന കസ്റ്റമേഴ്സിനാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനി നമുക്ക് കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.